ആശയവിനിമയ ലോകത്തെ ശബ്ദമലിനീകരണത്തെക്കുറിച്ച് എൽസീന ജോസഫ് എഴുതുന്നു. ചുറ്റിലും ശബ്ദമലിനീകരണം, ജാഗ്രതയെ. ജാഗ്രത എന്ന വാക്ക് മനസ്സിൽ പതിപ്പിച്ചത് കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ബാലമാസികയിലെ കഥാപാത്രങ്ങൾ ജമ്പനും തുമ്പനുമാണ്. ഈ ഹഹ എന്നലറിക്കരഞ്ഞുള്ള ചാട്ടവും ജാഗ്രതയെ ആഹ്വാനവും ഇന്നും ചെവിയിൽ മുഴങ്ങുന്നു. പിന്നീട് എപ്പോഴോ തിരുവചന ഭാഗങ്ങളിലെ ജാഗരൂകരായിരിക്കുവിൻ എന്ന തലക്കെട്ട് മനസ്സിൽ കയറിക്കൂടി. കുഞ്ഞായിരിക്കെ വായിച്ച കഥാപാത്രങ്ങളും വളർന്നപ്പോൾ അടുത്തറിയാൻ ശ്രമിച്ച വിശുദ്ധ ബൈബിളും ജാഗരൂകതയുടെ ആവശ്യം അടിവരയിടുന്നതായി കണ്ടു. എന്താ ഇപ്പോൾ ഈ ജാഗ്രതയുടെ കാര്യം എന്നല്ലേ? ഉണ്ട്, കുറച്ചധികം ജാഗ്രത ആവശ്യമുണ്ട്. മുന്നോട്ടു പോകുന്തോറും ഈ വാക്ക് ആംബുലൻസിൻ്റെ ബീക്കൺ കണക്കെ അലറുന്നത് കേൾക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ മനുഷ്യനിലുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം പ്രതികരണശേഷി കൂട്ടി എന്നതാണ്. നേരത്തെ വർത്തമാനം പറഞ്ഞിരുന്നതും സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നതും മുഖത്ത് നോക്കി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. മുഖം നോക്കി പറയുന്നവ മുഖപുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. ആരെയും അഭിമുഖീകരിക്കാതെ അവനവൻ്റെ ഉള്ളിൽ തോന്നുന്നതെല്ലാം ആരെക്കുറിച്ചും ഏതു സമയത്തും വിളിച്ചു കൂവാം എന്ന സ്ഥിതി വന്നത് നല്ലതെന്ന് പറയാനൊക്കുമോ? സഭാകമ്പം കാരണം സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നവർക്ക് അസുലഭ അവസരമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിത്തന്നത് എന്നതൊഴിച്ചാൽ മറ്റൊരു മേന്മയും ഇത്തരം സംവാദവേദികൾക്ക് പറയാനില്ല. ഇവിടെയാണ് പറയുന്നവനും വായിക്കുന്നവനും കാണിക്കേണ്ടുന്ന ജാഗ്രത കിടക്കുന്നത്. ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിക്കുകയും വിമർശിക്കുകയും വാക്കുകൾ കൊണ്ട് പൊങ്കാലയിടുകയും ചെയ്യുന്നവർക്കെല്ലാം മറുപടി കൊടുക്കണോ എന്നത് സ്വയം ചോദിക്കേണ്ടുന്ന വിഷയം. ഇനി മറുപടി കൊടുക്കുമ്പോൾ എങ്ങനെ വേണം എന്നത് മനസ്സിൽ ഒരുപാട് തവണ ആലോചിക്കേണ്ടത് ഇതിൻ്റെ മറ്റൊരു തലം. കോളനിയാക്കി കീഴ്പ്പെടുത്തി ഭരിക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ തുരത്തിയത് പീരങ്കിയോ ബോംബോ ആയുധധാരികളായ സമരക്കാരോ ആയിരുന്നില്ല. തികച്ചും സൗമ്യനും ശാന്തനുമായ മനുഷ്യൻ്റെ അഹിംസ എന്ന വ്രതമാണ്, ജീവിത ദർശനമാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് കാണിച്ചത് ചോര ചിന്താത്ത മാർഗത്തിലൂടെ ആയിരുന്നു. ഇന്ന് യുദ്ധത്തിൻ്റെ കാഹളം ചുറ്റിലും മുഴങ്ങുന്നുണ്ട്. വ്രണിത മനസ്സിൽ നിന്നും ഉയരുന്ന ആശയ യുദ്ധങ്ങളുടെ ഭേരി കേൾക്കുമ്പോൾ ചോര തിളയ്ക്കുന്നതും പ്രതികരണശേഷി തലപൊക്കുന്നതും അറിയുന്നുണ്ട്. ആഴ്ചകൾ നീളുന്ന ഇത്തരം അക്രമങ്ങൾ പേരറിയാത്തതും കേട്ടറിയാത്തതുമായ അസംഖ്യം ശത്രുക്കളെ നേടാം എന്നതിൽ കവിഞ്ഞൊന്നും ഇതുമൂലം ആർക്കും ഒരു നേട്ടവും കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ഒരു വ്യക്തിയുമായോ ആശയവുമായോ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അവതരിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് ആദ്യത്തെ നിഗമനം. ആശയ കൈമാറ്റത്തിനോ കേൾവിക്കോ തുറവിയില്ലാത്ത വിധം ധാരണകൾ, ചിന്തകൾ, കണ്ടെത്തലുകൾ ഒക്കെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന മനോഭാവം ഏറെ ദൂഷ്യം ചെയ്യുന്നു. സ്വന്തം ധാരണകൾ മറുവാദത്തിന് വിട്ടുകൊടുക്കാതെ പറഞ്ഞു സ്ഥാപിക്കുമ്പോൾ കേട്ടുനിൽക്കുന്നവന് അവിടെ അവസരം ഇല്ലാതെ പോകുന്നു. ഇവർ പിന്നീട് കിട്ടുന്ന അവസരത്തിൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു. ഫലമോ ഈ 2 പ്രതികരണങ്ങളും ഭാഷയിലെ കണിശതയും തീക്ഷ്ണഭാവവും കൊണ്ട് സൗമ്യത നഷ്ടപ്പെട്ടവയായി തീരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന പോലെ ഇത്തരം രോഷ സംഭാഷണങ്ങൾ പ്രകൃതിയെ മലിനമാക്കുന്നു. ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് വാഹനങ്ങളുടെ ഹോണടിയും ഉച്ചഭാഷിണികളും മാത്രമല്ലെന്നും ആവശ്യത്തിലധികം വരുന്ന ഓരോ വാക്കും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം തന്നെയും പ്രകൃതി മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രതികരണത്തിന് ഒരു ക്രൈസ്തവ സ്വഭാവം അനിവാര്യമാണെന്ന് പറയാതെ വയ്യ. ദേവാലയത്തിൽ ക്രിസ്തു ചാട്ടവാറെടുത്തു എന്ന് പറഞ്ഞ് അതുപോലെ ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന നല്ല ഗുരുക്കന്മാർ ആത്മവിചിന്തനം ചെയ്യണം. ഈ ചാട്ടവാർ പ്രയോഗത്തിന് മുൻപും പിൻപും ക്രിസ്തുവിൻ്റെ സമീപനങ്ങൾ വായിച്ചു ധ്യാനിക്കണം. രാഷ്ട്രീയ, സാമൂഹ്യ, മത രംഗങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ
വേണ്ടത്ര കരുതലോടെ ചെയ്യാത്തതിൻ്റെ പാർശ്വഫലമാണ് ഇന്ന് കാണുന്ന പലതരം വർഗീയ ഭാവങ്ങളെയും വളർത്തിയതെന്ന് നിസ്സംശയം പറയാം. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുവാൻ പഠിപ്പിച്ച വലിയ ഗുരുവിനെ അപ്പാടെ അനുകരിച്ചില്ലെങ്കിലും ആരടാ എന്ന് ചോദിക്കുന്നവനോട് എന്തടാ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അല്പം മൃദുഭാവം ആവാം. ക്രിസ്ത്യാനികൾ പൊതുവെ പറയുന്ന കാര്യമുണ്ട്, നമ്മൾ ഇത്ര മയത്തിൽ പെരുമാറിയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന്. ശരിക്കും നമ്മളല്ലേ ഏറ്റവും കടുത്ത നിലപാടുകൾ എടുക്കുന്നത്? പ്രതികരിക്കാതിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാകും. ഒന്ന്, മറുപ്രതികരണം ആവശ്യമില്ലാത്തതുകൊണ്ട്, അഥവാ ആ വിഷയത്തോട് നമ്മൾ മനസ്സുകൊണ്ട് വിട്ടുകളഞ്ഞതിനാൽ. രണ്ടാമത്തെ കാര്യം, വെറുതെ പറഞ്ഞു മുഖം വികൃതമാക്കേണ്ട, അല്ലെങ്കിൽ എങ്ങനെ വിവേകത്തോടെ യുക്തിഭദ്രമായി പറയാമെന്ന് അറിയാത്തതുകൊണ്ട്. അധിക ഘട്ടങ്ങളിലും നമ്മുടെ സ്ഥാനം ഈ രണ്ടാമത്തെ ഗണത്തിലാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു നമ്മളാണ് ഏറ്റവും കടുത്ത പ്രതികരണക്കാരെന്ന്. ഇവിടെയാണ് ജാഗ്രതയ്ക്കുള്ള പ്രസക്തിയും. കേൾക്കാനും ഉൾക്കൊള്ളാനും മറുപടി രൂപീകരിച്ച് തിരിച്ചയക്കാനും പ്രവർത്തിച്ച് കാണിക്കാനും അതീവ ജാഗ്രത ആവശ്യമുണ്ട് കൂട്ടുകാരെ. പറയുന്നവരുടെ മുഴുവൻ വാദവും സന്ദർഭവും മനസ്സിലാക്കുക. കേട്ട കാര്യങ്ങളിലെ നെല്ലും പതിരും വേർതിരിക്കുക. മറുപടിയുടെ അനിവാര്യത വിശകലനം ചെയ്യുക. തർക്കമില്ലാത്ത വിധം വസ്തുതകൾ ശേഖരിക്കുക. ആവേശം പെട്ടിയിൽ പൂട്ടുക. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശാന്തതയും കൃത്യതയും സൂക്ഷിക്കുക. മറുപടി നൽകുന്നത് വ്യക്തിക്കോ സംഘടനയ്ക്കോ അല്ല, പ്രത്യുത പ്രസ്താവനയ്ക്കെതിരെയാണെന്ന് കേൾവിക്കാരന് ബോധ്യമാകും വിധം പ്രതികരിക്കുക. ആശയ സംഘട്ടനങ്ങൾ വ്യക്തി കേന്ദ്രീകൃതവും പ്രസ്ഥാന കേന്ദ്രീകൃതവുമാകുമ്പോഴാണ് പ്രതികരണങ്ങൾ മലിനീകരണമുണ്ടാക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, ഒരു ബഹളവും ഒച്ചപ്പാടും ഈ നാട്ടിൽ ഒരു അനക്കവും സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ചുണ്ടിൽ പുഞ്ചിരിയും നിലപാടിൽ വ്യക്തതയും പെരുമാറ്റത്തിൽ കൃത്യതയും ഇടപെടലിൽ സൗമ്യതയും ഉള്ളവനെ മാത്രമേ സമൂഹം മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളൂ. ഇത്രയും വായിക്കുമ്പോൾ ആത്മശോധന ചെയ്താൽ അറിയാം ഇനിയും നമ്മൾ എത്ര വളരേണ്ടിയിരിക്കുന്നുവെന്ന്. അനാവശ്യ കല്ലേറുകൾക്ക് ഇരയാകാതിരിക്കാനും ശബ്ദമലിനീകരണം തടയാനും പക്വതയുടെ വളർച്ച അനിവാര്യതയാണെങ്കിൽ എന്തിന് വളരാതിരിക്കണം? ഇരുന്ന് മുരടിക്കുന്നതിനേക്കാൾ ഭേദം വളർച്ചയാണെങ്കിൽ ബായ്. ഈ വളർച്ചയ്ക്കുള്ള കോംപ്ലാൻ വിശുദ്ധ കുർബാനയും കുദാശയുമാണ്. മടികൂടാതെ കാൽവരി കയറി ആവശ്യത്തിന് ശേഖരിച്ചോ.